ഹലോ ഗായ്സ്, ഇറ്റ്സ് ക്രേസീവ. നമുക്കിന്ന് ബേസിക് സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കാം. അതായത് ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണിത്, പൂവിൽ നിന്ന് പൂവിലേക്ക്. നമ്മൾ ബയോളജിയിൽ കഴിഞ്ഞ പ്രാവശ്യം എന്താ പഠിച്ചത്? കോശത്തിനെ പറ്റിയാണ് പഠിച്ചത് അല്ലേ? എത്ര ടൈപ്പ്, കോശത്തിൻ്റെ ബേസിസിൽ എത്ര ടൈപ്പ് ജീവികളുണ്ട്? 2 ടൈപ്പ്. ഒന്ന് ഏകകോശ ജീവികളും ഒന്ന് ബഹുകോശ ജീവികളും. പിന്നെ എന്താ പഠിച്ചു? ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? അമീബയുണ്ട്, പാരമീസിയുണ്ട്, യൂഗ്ലീനയുണ്ട്. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സസ്യങ്ങളും ജന്തുക്കളും നമ്മളും എല്ലാം ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. സസ്യകോശത്തിലുള്ളതും എങ്കിൽ ജന്തുകോശത്തിൽ ഇല്ലാത്തതുമായിട്ടുള്ള ഭാഗം ഏതാണ്? ഒന്ന് നമുക്ക് കോശഭിത്തി പറയാം. പിന്നെ സസ്യകോശത്തിൽ ഉള്ളതും ജന്തുകോശത്തിലുണ്ട് എങ്കിലും സൈസ് കുറവായിട്ടുള്ള സാധനം ഏതായിരുന്നു? അത് ഫേനമായിരുന്നു. പിന്നെ ഒരു കോശം പറയുമ്പോഴത്തേക്ക് ബേസിക്കായിട്ട് 3 സാധനങ്ങളാണ് ഉള്ളത്. ഒന്ന് മർമ്മം, കോശസ്തരം, കോശദ്രവ്യം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞതിൽ പറഞ്ഞത്. പിന്നെ ജന്തുകോശത്തിൽ ഇല്ലാത്തതും സസ്യകോശത്തിൽ ഉള്ളതുമായിട്ടുള്ളൊരു ഘടകം ഹരിതകമായിരുന്നു, ക്ലോറോഫിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഈ ചാപ്റ്ററിൻ്റെ പേരെന്താ? പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പൂക്കളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ പൂക്കളും ഒരുപോലെയാണോ? അല്ലല്ലോ. അതുകൊണ്ട് ഈ കാണുന്ന പൂവിനെ കണ്ടോ? ഇതിൻ്റെ പേരാണ് രാജമല്ലി. ഇതിൻ്റെ പേര് രാജമല്ലിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് സാധാരണ പൂക്കൾക്ക് വരുന്നത്. അപ്പോൾ പൂക്കൾ ഒരുപോലെ അല്ല, എല്ലാത്തിലും വ്യത്യാസമുണ്ട്. ഇതളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, നിറത്തിലുണ്ട്, മണത്തിലുണ്ട്, രൂപത്തിലുണ്ട്. അങ്ങനെ പല കാര്യത്തിലും പൂക്കൾ വ്യത്യസ്തരാണ്. ഓക്കെ, പൂക്കൾ അതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പൂക്കളുടെ ഭാഗമാണ് ആദ്യം പഠിക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ഫിഗർ. ഈ തന്നിരിക്കുന്ന ചെമ്പരത്തി പൂവും അതിൻ്റെ ഡയഗ്രമാണ്. നമുക്ക് നോക്കാം. ഈ കൊടുത്തിരിക്കുന്ന സാധനത്തിന് നമ്മൾ എന്തോ പറയും? കേസരപുടം. അതായത് ഈ സാധനമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പിക്ചറിനകത്ത് സാധാരണ ഈ ചെമ്പരത്തിയുടെ ഈ എൻഡിൽ കുറച്ച് മഞ്ഞ കണക്ക് പൊടി കണക്ക് വന്ന് നിൽക്കുമല്ലോ, ആ സാധനമാണ് കേസരപുടം. ഓക്കെ, ഇനി നമ്മൾ ഇതളെന്ന് പറയുന്ന ഈ സാധനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ദളം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന സാധനം, അതായത് ഈ ഭാഗത്ത് മീൻസ് അതിനകത്താണ്, അത് കുറച്ചുകൂടി താഴെ വരുമ്പോൾ നല്ല ക്ലിയർ ഫിഗർ ഉണ്ട്. ഈ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജനിപുടം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഇങ്ങനെ നിൽക്കുന്ന കണ്ടോ, ഇത് മുള്ളു കണക്ക് നിൽക്കുന്നത്, ഇതിനെയാണ് നമ്മൾ വിതളം എന്ന് പറയുന്നത്. വിതളം. അപ്പോൾ ഇത് ദളം, ഈ സാധനം വിതളം. ഓക്കെ, ഇനി പുഷ്പാസനം. പുഷ്പാസനം എന്ന് പറയുന്നത് ഈ ജോയിനിങ് പോയിന്റിനെയാണ്. അതായത് ഈ വിതളം നമ്മുടെ ഈ ഞെട്ടില്ലേ അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പുഷ്പാസനം. അപ്പോൾ പൂഞ്ഞെട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ പഠിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കേസരപുടം, ദളം, ജനിപുടം, വിതളം, പുഷ്പാസനം, പൂഞ്ഞെട്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് താഴോട്ട് പോയി നോക്കാം. പിക്ചർ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? ഇത് കേസരപുടം, ഈ കൊടുത്തിരിക്കുന്നത് ദളം, അടുത്ത ഇവിടെ എന്ന് പറയുന്നത് ജനിപുടം, ഇത് പുഷ്പാസനം, ഇത് വിതളം, ഇതെന്തുവാ? പൂഞ്ഞെട്ട്. ഇനി പൂവിൻ്റെ ധർമ്മത്തിലേക്കാണ് വരുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ല, കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. പൂവിൻ്റെ വിവിധ ഭാഗങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഓരോ ഭാഗത്തിൻ്റെയും പ്രയോജനം എന്ത്? ഇവിടെ ഇതിൻ്റെ ധർമ്മം വെച്ചിട്ടൊന്ന് കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇരിപ്പിടം ഒരുക്കുന്നു. അത് പുഷ്പാസനം ആയിരിക്കത്തില്ലേടെ? തലാമസ് എന്നാണ് പുഷ്പാസനത്തിൻ്റെ ഇംഗ്ലീഷ്. തലാമസ് എന്ന് കേട്ട ഓർമ്മയായിരിക്കും ഉള്ളത്. കുത്തിക്കൂടെ ചെറുതാക്കി നോക്കാം, അപ്പം വരയ്ക്കാനുള്ള എളുപ്പമുണ്ട്. പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു പുഷ്പാസനം. അതായത് ഇതിൻ്റെ മുകളിലാണ് ആരിയ്ക്കുന്നത്? പൂവിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്തുവാണ്? പുഷ്പാസനത്തിൻ്റെതാണ്. ഇനി പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നു. അതാരാ? ദളമല്ലേ? ദളത്തിൻ്റെ ആകർഷകത്വം കണ്ടല്ലേ നമ്മൾ ആ പൂവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ദളത്തിൻ്റെ പേരെന്താ? കൊറോള എന്നാണ്. ഓക്കെ, കൊറോള. പൂവിലെ ലിംഗാവയവം പരാഗിയും തന്തുവും ചേർന്നത് അതേതാണ്? കേസരപുടം. നമ്മൾ നേരത്തെ കണ്ടായിരുന്ന ഈ മഞ്ഞ കളർ സാധനം ഇല്ലേ,
അതിനാണ് എന്തെന്ന് പറയുന്നത് കേസരപുടം അഥവാ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇനി പൂവിലെ പെൺലിംഗ അവയവം, അതായത് പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നിവ ചേർന്നത്. ഇതിൻ്റെ കുറേ കൂടെ ഡീറ്റെയിൽ ഫിഗർ താഴോട്ടുണ്ട്. അതാണ് ജനിപുടം എന്നുള്ള ഈ സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനാണ് എന്തെന്ന് പറയുന്നത് ജനിപുടം അഥവാ ഗൈനീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു ഇതുവരെ? ഇനിയുണ്ടല്ലോ. പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്ന എന്താണ്? ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്താണ്? മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞ ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. അതേതായിരുന്നു? അത് വിതളമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്നത് പൂവിൻ്റെ ഞെട്ടല്ലേ? അപ്പോൾ എല്ലാം ആയില്ലേ? പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് പുഷ്പാസനം, അതിൻ്റെ പുറത്താണ് പൂ ഇരിക്കുന്നത്. പൂവിന് നിറവും മണവും ആകർഷവും നൽകുന്നത് ദളങ്ങളാണ്, കൊറോള. പൂവിലെ ആൺലിംഗ അവയവം, അതിനകത്ത് ഏതൊക്കെയുണ്ട്? പരാഗിയുമുണ്ട്, തന്തുകവും ഉണ്ട്. അത് എവിടെയാണ്? അതിനെയാണ് നമ്മൾ കേസരപുടം എന്ന് പറയുന്നത്. പൂവിലെ പെൺലിംഗ അവയവമാണ് എന്ത്? ജനിപുടം അഥവാ ഗൈനീഷ്യം. അതിനകത്ത് എന്തൊക്കെയുണ്ട്? പരാഗണ സ്ഥലമുണ്ട്, ജനിതണ്ടുണ്ട്, അണ്ഡാശയവും ഉണ്ട്. ഓക്കെ, പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്തായിരുന്നു? ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് പൂഞ്ഞെട്ടാണ്. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. അതാണ് എന്ത്? വിതളം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിനകത്തായിരിക്കും, ഈ സാധനത്തിൻ്റെ അകത്തായിരിക്കും എന്തിരിക്കുന്നത്? ഇതിങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ? മൊട്ടായിരിക്കുന്ന സമയത്ത് അതിനകത്താണ് പൂ ഇരിക്കുന്നത്, മൊട്ട്. അത് വിടർന്ന് കഴിയുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും? ഇങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്തങ്ങ് നിൽക്കും. അതാണ് മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നതും വിതളം, കാലക്സ്. ഓക്കെ, കാലക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, തലാമസ്, പുഷ്പാസനം എന്ന് പറഞ്ഞാൽ തലാമസ്, പൂഞ്ഞെട്ട്. ഇംഗ്ലീഷ് പേരും കൂടെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി പൂവിൻ്റെ നെടുകെയുള്ള ഛേദമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓരോ ഭാഗവും അടയാളപ്പെടുത്തി അതിൻ്റെ ധർമ്മം എഴുതൂ. നമുക്ക് എഴുതി നോക്കാം. ഇതെന്തുവായിരുന്നു? ഇത് കേസരപുടം അല്ലേ? കേസരപുടം. ഇനി ഇതെന്തുവായിരുന്നു? ഇത് ജനിതണ്ട്. ദണ്ടെന്നായിരുന്ന ജനിപുടം എന്നായിരുന്ന? തൊട്ട് മുമ്പ് ഒരു പിക്ചർ ഉണ്ടായിരുന്നല്ലോ, ജനിപുടം. ഓക്കെ, ആ കംപ്ലീറ്റ് സെക്ഷനാണ് ജനിപുടം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ പോകുന്ന ഇത് ഇത്രയും കൂടെ ചേർന്നാണ് ജനിപുടം. ജനിപുടം എന്ന് പറഞ്ഞാൽ ഗൈനീഷ്യം. ഇനി എന്തുവായിരുന്നു? ഇതിനെന്തായിരുന്നു? കാലക്സ് എന്ന് പറയും. കാലക്സ് എന്ന് പറഞ്ഞാൽ വിതളം. ഇത് വിതളമാണെങ്കിൽ ഇതെന്തുമായിരിക്കും? അത് ദളം അഥവാ കൊറോള. ഇനി എന്തുണ്ടായിരുന്നു? കേസരപുടം, ജനിപുടം. ഇനി എന്തെങ്കിലും വിട്ടുപോയോ? ഇനി ഉണ്ടല്ലോ എന്തോന്നാ? പുഷ്പാസനം. അല്ല, ഈ പോയിന്റ് പുഷ്പാസനം. പിന്നെ എല്ലാം ഇല്ലേ? പൂഞ്ഞെട്ട്. അറിയാലോ, പൂഞ്ഞെട്ട്. അപ്പോൾ പൂവിൻ്റെ എല്ലാ ഭാഗവും ആയില്ലേ? കേസരപുടം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീ ആൺലിംഗാവയവമാണോ പെൺലിംഗാവയവമാണോ? കേസരപുടം എന്ന് പറഞ്ഞാൽ ആൺലിംഗാവയവമാണ്. ജനിപുടം എന്ന് പറയുമ്പോഴത്തേക്ക് പെൺലിംഗാവയവമാണ്. അതിനകത്ത് എന്തൊക്കെ വരും? പരാഗണ സ്ഥലം വരും, ജനിതണ്ട് വരും, അണ്ഡാശയം വരും. കേസരപുടത്തിനകത്ത് പരാഗിയും വരും, തന്തുകവും വരും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സസ്യത്തിൻ്റെ ഏത് ഭാഗത്താണ് ഫലവും വിത്തും ഉണ്ടാകുന്നത്? നോക്കാം. പൂക്കളെ കുറിച്ചാണ്. വിത്തുണ്ടാകുന്നത് കൊണ്ട് സസ്യത്തിനുള്ള പ്രയോജനം എന്താണ്? എന്തിനാണ് വിത്തുണ്ടാകുന്നത്? അത് ആ സസ്യത്തിന് ഒരു ഏരിയയിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ വിത്തുണ്ടായാലേ പറ്റൂ. അപ്പോൾ പൂക്കളുടെ ധർമ്മം എന്തായിരിക്കും? വിത്തുണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ചെടി കൂടുതൽ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഏരിയയിൽ ഒരുപാടെണ്ണം ഉണ്ടാവണമെങ്കിൽ അവിടെ അത് പൂ പിടിക്കണം, അതിനകത്തുനിന്ന് കായ ഉണ്ടാവണം, ആ കാ വീണ് പുതിയ ചെടി ഉണ്ടാവണം. നോക്കാം. പൂക്കളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ചാണ് എന്തുണ്ടാകുന്നത്? തൈച്ചെടികൾ ഉണ്ടാകുന്നത് നമുക്കറിയാം. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. അപ്പോൾ സസ്യങ്ങളിലെ പ്രത്യുൽപാദനം നടത്തുന്ന ആരാ? പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് പൂക്കൾ. ഓക്കെ ആണല്ലോ. ഇനി പൂക്കളിൽ എങ്ങനെയാണ് പ്രത്യുൽപാദനം നടക്കുന്നതെന്നാണ് അടുത്ത് പറഞ്ഞേക്കുന്നത്. നല്ല പൂമ്പൊടി എടുത്ത് മൈക്രോസ്കോപ്പിൽ കൂടെ വെച്ച് നോക്കിയിട്ടുള്ളൊരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടോ? പൂമ്പൊടി. നോക്ക്, പൂക്കളുടെ പ്രധാന ഭാഗങ്ങളും ധർമ്മങ്ങളും പരിചയപ്പെട്ടല്ലോ. ഏതൊക്കെയായിരുന്നു ഭാഗങ്ങൾ? ഒന്നുകൂടെ നമുക്ക് വലുതാക്കി പറയാം. ഏതൊക്കെയായിരുന്നു ഭാഗങ്ങൾ? കേസരപുടം ഉണ്ടായിരുന്നു. കേസരപുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കേസരപുടം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഈ ആണാണോ പെണ്ണാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട് ഇതിൻ്റെ. ആൺ ലിംഗാവയവം, കേസരപുടം മെയിലാണ്, മെയിൽ. ഓക്കെ, കേസരപുടം. ജനിപുടം എന്ന് പറയുമ്പോൾ ഫീമെയിൽ ഓർഗൻ, ജനിപുടം. പിന്നെന്തൊന്നുണ്ടായിരുന്നു? വിതളം ഉണ്ടായിരുന്നു, വിതളമുണ്ട്, ദളമുണ്ട്. പിന്നെ പുഷ്പാസനം ഉണ്ടായിരുന്നു, തലാമസ്. പുഷ്പാസനം. ഓക്കെ, ഏകദേശം എല്ലാം ആയില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി പൂക്കളുടെ പ്രധാന ഭാഗങ്ങളും ധർമ്മങ്ങളും പരിചയപ്പെട്ടു. ഇനി പൂക്കളെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കാം. പൂവിലെ പൂമ്പൊടി പലപ്പോഴും കയ്യിൽ പറ്റി പിടിക്കാറുണ്ടല്ലോ. പൂമ്പൊടി സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിൽ നോക്കിയ കാര്യമൊക്കെ എഴുതി വെച്ചേക്കുന്നത്. എന്താ, നമുക്ക് വേണ്ട സാധനം എത്തിയിട്ടുണ്ട്. ജനിപുടം ഗൈനീഷ്യം, അതായത് പെൺലിംഗാവയവം, അല്ലെങ്കിൽ അങ്ങനെ പറയാം. ഇത് ഫീമെയിലും ഇത് മെയിലുമാണ്. കേസരപുടം എന്ന് പറഞ്ഞാൽ മെയിലാണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ. അങ്ങനെ ഒരു ഇതിൻ്റെ മലയാളം എനിക്ക് ഇച്ചിരി പ്രശ്നമാണ്, സോറി ഫോർ ദാറ്റ്. പൂവിലെ ആൺലിംഗാവയവം, അത് തന്നെ, ആൺലിംഗാവയവവും പെൺലിംഗാവയവവും. ഓക്കെ, ജനിപുടത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു സ്ഥലത്താണ് പരാഗണ സ്ഥലം. ഓക്കെ, പിന്നെ ഒരു ദണ്ടുണ്ട്, ജനിദണ്ട്. അത് കഴിഞ്ഞിട്ട് അണ്ഡാശയം ഉണ്ട്. ഈ അണ്ഡാശയത്തിനകത്താണ് എന്തുള്ളത്? ഓവ്യൂൾ ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഒരു പരാഗണ സ്ഥലമുണ്ട്, ജനിദണ്ടുണ്ട്, അണ്ഡാശയമുണ്ട്, ഓവ്യൂളുണ്ട്. അതായത് ഈ പരാഗണ സ്ഥലത്ത് പരാഗണ രേണുക്കൾ അല്ലെങ്കിൽ പരാഗി ഇവിടെ പറയുന്നുണ്ട്. ഈ സാധനം ഇത് എന്തുകൊണ്ട്? കേസരപുടം ആൻഡ്രീഷ്യൻ മെയിൽ ഫ്ലവറിലുള്ളതാണ്, അല്ലെങ്കിൽ മെയിൽ ലിംഗാവയവമാണ്. ഓക്കെ, അതിന്ന് കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് എന്ത് കാണപ്പെടുന്നത്? പുംബീജം കാണപ്പെടുന്നത്. ഓക്കെ, പുംബീജം കാണപ്പെടുന്നത്. അണ്ഡാശയത്തിലെ ഓവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുംബീജം എവിടെ പോകണം? ഇവിടെ എത്തിയാലേ പരാഗണം നടക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ പുംബീജം പരാഗണ സ്ഥലത്തെത്തും. അവിടെ നിന്ന് ഈ ജനിതൻ്റെ വഴി എങ്ങോട്ട് പോവും? താഴോട്ട് പോവും. അവിടെ നിന്ന് എങ്ങോട്ട് പോവും? അണ്ഡാശയത്തിനകത്തുള്ള ഓവ്യൂളിലെത്തും. ഇവിടെയാണ് ഗ്യാപ്പ് കൊടുത്തേക്കുന്നത്, അപ്പോൾ ഇതിലേ ആയിരിക്കും. ഓക്കെ, ഏകദേശം ഈ വഴി കൂടെയൊക്കെ ആയിരിക്കും കയറി പോകുന്നത്. അപ്പോൾ ജനിപുടം എന്ന് പറയുന്നത് ഫീമെയിൽ പെൺലിംഗാവയവം, ഒരു പൂവിൻ്റെ പെൺലിംഗാവയവത്തെ ജനിപുടം അഥവാ ഗൈനീഷ്യം എന്ന് പറയും. അതിനകത്ത് പരാഗണ സ്ഥലമുണ്ട്, ജനിദണ്ടുണ്ട്, അണ്ഡാശയമുണ്ട്, ഓവ്യൂളുണ്ട്. അണ്ഡാശയത്തിനകത്താണ് ആരിയ്ക്കുന്നത്? ഓവ്യൂൾ ഇരിക്കുന്നത്. അണ്ഡാശയത്തിലെ ഓവ്യൂളിനകത്താണ് അണ്ഡം കാണുന്നത്. അപ്പം ഓവ്യൂളിനകത്താണ് ആര് കിടക്കുന്നത്? അണ്ഡം ഉള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പം അണ്ഡം ഇരിക്കുന്നത് എവിടെയാണ്? ഓവ്യൂളിനകത്താണ്. ഓവ്യൂൾ. ഇനി ഈ ഓവ്യൂളിനെ കവർ ചെയ്ത് എന്തുണ്ട്? അണ്ഡാശയം. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് കേസരപുടത്തിലോട്ട് അഥവാ ആൺലിംഗാവയവത്തിലോട്ട് വരാം. പൂവിൻ്റെ കേസരപുടം പരാഗിയുണ്ട്, കണ്ടല്ലോ ഇവിടെ. അതിൻ്റെ ഈ കമ്പ് കണക്കിരിക്കുന്ന സാധനത്തിനാണ് തന്തുവോ എന്ന് പറയുന്നത്. കേസരപുടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നമ്മുടെ അതിൻ്റെ പേരെന്തിനാണ്? ചെമ്പരത്തിക്കകത്താണെങ്കിൽ ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ കമ്പിൽ. ഓക്കെ, അപ്പോൾ ഈ സാധനത്തിന് എന്തെന്ന് പറയും? അത് പരാഗി എന്നും ഈ കമ്പിനെയാണ് തന്തുകു എന്ന് പറയുന്നത്. അത് ചേർന്നാണ് കേസരപുടം. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗ രേണുക്കളിലാണ് ആരിയ്ക്കുന്നത്? പുംബീജം ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇങ്ങോട്ട് വരാം. പൂവിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. കുറേ ചെടികളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? മത്തൻ, വെള്ളരി, ചെമ്പരത്തി, പാവൽ, തെച്ചി, ശംഖുപുഷ്പം, ചെമ്പകം, പടവലം, ഇതെല്ലാം നിരീക്ഷിക്കാൻ. എന്നിട്ട് എന്തോ എഴുതിയിരിക്കുന്നത്? അരളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അരളിക്കകത്ത് എന്തുണ്ട്? കേസരപുടവും ഉണ്ട്, ജനിപുടവും ഉണ്ട്. ഇവിടെ മത്തൻ്റെ പൂവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മത്തൻ്റെ ഒരു പൂവിനകത്ത് കേസരപുടമുണ്ട്, വേറൊരു പൂവിനകത്ത് എന്തുണ്ട്? ജനിപുടമുണ്ട്. ജനിപുടം എന്ന് പറയുമ്പോൾ ഇത്. ഓക്കെ, അടുത്ത പാവലിൻ്റെ പടം നോക്കിയേ. അതിനകത്തും ഒരു പൂവിനകത്ത് കേസരപുടവും വേറൊരു പൂവിനകത്താണ് എന്തൊരുതിയിരിക്കുന്നത്? ജനിപുടം വരച്ചേക്കുന്നത്. ഓക്കെ, ഇതെന്തുവാ? ശംഖുപുഷ്പം. ഇതിനകത്ത് ജനിപുടവും ഉണ്ട്, കേസരപുടവും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാം? രണ്ട് തരത്തിലുള്ള പൂക്കളാണ് ഉള്ളത്. ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും ഉള്ളതിനെ നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ദ്വിലിംഗ പുഷ്പം എന്ന് പറയും. അതിനകത്ത് എന്തൊക്കെയുണ്ട്? സ്ത്രീലിംഗ അവയവമുണ്ട്, അതുപോലെ ആൺലിംഗ അവയവവും ഉണ്ട്.
അതിന് ജനിപുടവും ഉണ്ട് കേസരപുടവും ഉണ്ടെങ്കിൽ അതിന് ദ്വിലിംഗ പുഷ്പം എന്ന് പറയും. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിലാണ് കാണുന്നതെങ്കിൽ അതിന് എന്തെന്ന് പറയും? യൂണിസെക്ഷൽ ഫ്ലവർ അല്ലെങ്കിൽ ഏകലിംഗ പുഷ്പം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണുന്നതിന് എക്സാമ്പിൾ ഏതെങ്കിലുമൊക്കെ അറിയത്തുണ്ടോ? അതിലുള്ളത് കുമ്പളം വരും. കുമ്പളം ഒരു ഏകലിംഗ പുഷ്പമാണ്. പിന്നെ തെങ്ങ് വരും, തെങ്ങുണ്ട്, പ്ലാവുണ്ട്, പപ്പായ ഉണ്ട്. പപ്പായയുടെ കേസൊക്കെ കേട്ടിട്ടില്ലേ? പപ്പായക്ക് ആൺ പപ്പായ പെൺ പപ്പായ എന്ന് പറഞ്ഞൊക്കെ ഉണ്ട്. ഈ പാവലുണ്ട്, ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടില്ലേ, പാവൽ ഉണ്ട്. പിന്നെ പടവലം ഉണ്ട്, അതുപോലെ മത്തനും ഉണ്ട്. ഇനി വേറെന്തോ പറഞ്ഞേക്കുന്നത്? ദ്വിലിംഗ പുഷ്പം അഥവാ ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ എക്സാമ്പിൾ ഏതൊക്കെയാണ്? പയറുണ്ട്, ഇപ്പോൾ ഇവിടെ എഴുതിയതിൽ ശംഖുപുഷ്പമുണ്ട്, ശംഖുപുഷ്പം. പിന്നെ അതിന് മുമ്പ് അരളി എങ്ങാണ്ടാ പറഞ്ഞിട്ടില്ലേ? അരളി, അരളിയിൽ രണ്ട് പാർട്ടും ഉണ്ട്. അപ്പം അരളിയുണ്ട്, പിന്നെ വഴുതനയുണ്ട്, തക്കാളിയുണ്ട്, വെണ്ട, പിന്നെ മുളക്. ഇതൊക്കെ എന്താണ്? ദ്വിലിംഗ പുഷ്പങ്ങളാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഏകലിംഗ ആൻഡ് ദ്വിലിംഗ പുഷ്പങ്ങൾ കേസരപുടവും ജനിപുടവും ഒരു പൂവിൽ തന്നെ ഉണ്ടെങ്കിൽ, ഒരു പൂവിലാണ് കേട്ടോ, ഒരു ചെടിയിലെന്നല്ല, ഒരു പൂവിൽ കേസരപുടവും ജനിപുടവും വന്നാൽ അത് ദ്വിലിംഗ പുഷ്പമായിരിക്കും. അതുപോലെ ഒരു ചെടിക്കകത്ത് രണ്ട് സെപ്പറേറ്റാണ്, കേസരപുടവും ജനിപുടവും ഉണ്ട്, വെവ്വേറെ പൂക്കളിലാണ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഏകലിംഗ പുഷ്പത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ആൺപൂവും പെൺപൂവും. കേസരപുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനിപുടം മാത്രമുള്ള പൂക്കൾ എന്തുമാണ്? പെൺപൂക്കളുമാണ്. ആണല്ലോ. അതിൽ മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട്. ഓക്കെ, ഇനി വിത്തായി മാറാൻ. ഇനി പൂക്കൾ വരെ ആയല്ലോ, വിത്താവുന്ന എങ്ങനെയെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ ആൺപൂവും പെൺപൂവിൻ്റെയും കാര്യം പറഞ്ഞെങ്കിൽ അവിടെ ആൺമരവും പെൺമരത്തിൻ്റെ കാര്യമാണ് അടുത്ത ഒരു ബോക്സിൽ കൊടുത്തേക്കുന്നത്. കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവുമായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കുടപ്പന, കുടംപുളി, ജാതി. ഇനി ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? തെങ്ങ്, മത്തൻ, പടവലം, പാവൽ, അല്ലേ? പിന്നെന്തുണ്ടായിരുന്നു? വേറെ വല്ലതും ഉണ്ടായിരുന്നു? ഉണ്ട്, കുമ്പളം, തെങ്ങ്, കവുങ്ങ്, ഇതെല്ലാം എന്താണ്? ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണം ഉള്ള ചെടികളാണ്. ദ്വിലിംഗ പുഷ്പം എന്ന് പറയുമ്പോൾ പയറ്, ശംഖുപുഷ്പം, അരളി, തക്കാളി, വെണ്ട, മുളക്, വഴുതനൊക്കെ വരും. ഓക്കെ, ഇനി അടുത്തത് പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരണം എങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? വിത്തുണ്ടാകത്തുള്ളൂ എന്നാണ് പറയുന്നത്. പുംബീജ അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ബീജസങ്കലന ശേഷം ചെടിയിൽ എന്തുണ്ടാകുന്നു? ഫലം ഉണ്ടാകുന്നു. അപ്പോൾ ഇതുവരെ ഓക്കെ ആണല്ലോ. നമ്മൾ ആദ്യം പൂവിൻ്റെ പാർട്ടുകളാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ഓഫ് ഫ്ലവർ, രണ്ട് തരത്തിലുള്ള പൂക്കളുണ്ട്. ഏകലിംഗ പുഷ്പങ്ങളും ദ്വിലിംഗ പുഷ്പങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. അത് എന്നിട്ട് ചെടിയുടെ കാര്യത്തിലും അതേ കണക്കത്തെ ഉണ്ടെന്ന് പറഞ്ഞു. ആൺമരങ്ങളും ഉണ്ട്, പെൺമരങ്ങളും. ഇതൊക്കെയാണ് കുടപ്പന, കുടംപുളി, ജാതി. ഇവർക്കൊക്കെ ആൺമരങ്ങളും ഉണ്ട്, പെൺമരങ്ങളും ഉണ്ട്. ഇനി ആ പൂവിൽ നിന്ന് എങ്ങനെ വിത്താവും അല്ലെങ്കിൽ ഫലം ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. പുംബീജം എവിടെയാണ് കാണപ്പെടുന്നത്? അത് പരാഗരേണുവിലാണ് കാണപ്പെടുന്നത്. പരാഗരേണു എവിടെയാണ്? അത് കേസരപുടത്തിലെ എന്തിലായിരുന്നു? കേസരപുടത്തിൽ ആ ഒരു കമ്പിൻ്റെ പരാഗിയിലാണ് പരാഗരേണുക്കളുള്ളത്. ഓക്കെ, കേസരപുടത്തിലെ പരാഗിയിലാണ് പരാഗരേണുക്കളുള്ളത്. ആ പരാഗരേണുക്കളിനകത്താണ് എന്തുള്ളത്? പുംബീജം കാണപ്പെടുന്നത്. ഈ പുംബീജം എവിടെ എത്തണം? അണ്ഡാശയത്തിലെത്തണം. എങ്കിലേ എന്ത് നടക്കത്തുള്ളൂ? ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം നടക്കത്തുള്ളൂ. ഓക്കെ, പുംബീജം എവിടെ കാണപ്പെടുന്നു അത് അവർ പറഞ്ഞല്ലോ. ഇത് നമ്മൾ നേരത്തെ സാധനമാണ്. ഇപ്പം ഇത് ചെമ്പരത്തിയുടെ കേസാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അതിൻ്റെ കേസരപുടമാണ്. ഈ കൊടുത്തേക്കുന്ന തന്തുവും പരാഗിയും ചേരുമ്പോൾ തന്തുവും പരാഗിയും കൂടെ ചേരുമ്പോൾ ആരാവും? കേസരപുടമാവും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടം തൊട്ട് ഈ സെക്ഷൻ കംപ്ലീറ്റ് എന്താണ്? ജനിപുടമാണ് അഥവാ ഗൈനീഷ്യം, ഇത് ആൻഡ്രീഷ്യം. അപ്പോൾ പരാഗിയിൽ ആരുണ്ട്?
പരാഗരേണുക്കളുണ്ട്. പരാഗരേണുക്കളിൽ ആരുണ്ട്? പുംബീജമുണ്ട്. അത് പരാഗണ സ്ഥലത്ത് വരും അല്ലേ. ബീജസങ്കലനം നടക്കണമെങ്കിൽ ആദ്യം കേസരപുടത്തിലെ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് എത്തണം. ഇതൊരുമാതിരി റൈമിങ് ആണ് ഫുള്ള്. കേസരപുടത്തിലെ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് എത്തണം. അവിടെ നിന്ന് പുംബീജം അണ്ഡാശയത്തിൽ എത്തണം. പരാഗരേണുവും പുംബീജവും സഞ്ചരിക്കേണ്ട പാത വരയ്ക്കാൻ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ല. ഇതിലേ കറങ്ങി ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടെ ഇതിലെയാണ് കയറി ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണല്ലോ ഫെർട്ടിലൈസേഷൻ. എന്തുവാണ് ഫെർട്ടിലൈസേഷൻ? അപ്പോൾ കേസരപുടത്തിലെ പരാഗിയിലെ പരാഗരേണുക്കളിൽ നിന്നും പുംബീജം ജനിപുടത്തിലെ അണ്ഡാശയത്തിലെത്തി എന്ന പ്രവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അണ്ഡാശയത്തിൽ എത്തി കൂടിച്ചേരുന്ന പുംബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ അതുവരെ. ഇനി പരാഗണത്തിനെ പറ്റിയാണ് പറയുന്നത്. ഈ പിക്ചറൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ ആദ്യം എത്തേണ്ടത് എവിടെയാണ്? പരാഗണ സ്ഥലത്താണ്. സംശയമൊന്നുമില്ലല്ലോ. പരാഗി എവിടെയായിരുന്നു? കേസരപുടത്തിനകത്ത്. കേസരപുടത്തിലെ പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ ആദ്യം എത്തേണ്ടത് പരാഗണ സ്ഥലത്താണ്. അപ്പോൾ എങ്ങനെ പരാഗണ സ്ഥലത്തെത്തും? എന്തായാലും എവിടെ ഇതല്ലേ പിക്ചർ. ഇത്രയും ഡിസ്റ്റൻസ് ഇത് തന്നെത്താൻ സഞ്ചരിച്ചെത്തത്തില്ലല്ലോ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് അടുത്ത പറയാൻ പോകുന്നത്. പരാഗണം നടക്കണം. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസ്. കുഴപ്പമില്ലല്ലോ. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രവർത്തനമാണ് പരാഗണം. ഓക്കെ, അതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. ഇനി ആരൊക്കെയാണെന്ന് നോക്കാം. ഏതെല്ലാം ജീവികളാണ് പരാഗണത്തിന് സഹായിക്കുന്നത്? എക്സാമ്പിളാണ് ഈ പൂമ്പാറ്റ, വണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. അതെല്ലാം എന്ത് ചെയ്യും? ഇതൊക്കെ വന്ന് ഇരിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? അതിൻ്റെ പൂമ്പാറ്റ വന്നിരിക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് പറ്റിയിട്ട് എന്ത് പറ്റും? ഇത് അടുത്ത പൂവ് ചെന്നിരിക്കുമ്പോൾ അവിടെ പറ്റും. അതാണെങ്കിൽ ഇതിൻ്റെ കേസിലും അത് തന്നെ. ഇതെടുക്കുന്ന സമയത്ത് ഇത് കുലുങ്ങി വീണാലും മതി. ഓക്കെ, പൂമ്പാറ്റയും തേനീച്ചയും അതാണ് പറയുന്നത്. പൂമ്പാറ്റ, തേനീച്ചയും പക്ഷികളും പ്രാണികളും ഒക്കെ പൂവിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം എന്താണ് ചെയ്യുന്നത്? അവരെല്ലാം പരാഗണത്തിന് സഹായിക്കുന്നുണ്ട്. ഇവിടെ ചേനയുടെ ഒരു കാര്യം വന്നിട്ടുണ്ട്. ദുർഗന്ധമുള്ള പൂക്കളും. ചേന പൂവിൻ്റെ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടോ? നമുക്കത് ദുർഗന്ധമാണ്. ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്നത് ഈച്ചകളാണ്. അപ്പോൾ ചേമ്പിലും ചേനയിലും പരാഗണം നടത്തുന്ന ആരാ? ചേന, ചേമ്പ്. ആരാ? ഈച്ച. അപ്പോൾ ഈച്ചകളെ ആകർഷിക്കാനാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ ദുർഗന്ധം വരുന്നത്. നമുക്ക് ദുർഗന്ധമായിട്ടുണ്ടെങ്കിലും അത് ഈച്ചക്കൊക്കെ എന്തുവാ? നല്ല മണമാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ സഹായിക്കുന്നതെന്ന് പറയുന്നത്? പോളിനേറ്റിംഗ് ഏജൻസ് അഥവാ പരാഗണകാരികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ കൊടുത്തേക്ക് നോക്കേ. ഇവരിപ്പോൾ ഇതിൻ്റെ കാര്യമൊന്നും പറയുന്നില്ലേ? അത് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പറയുമെന്ന് തോന്നുന്നു. നോക്കാം. പരാഗണകാരികളെ ആകർഷിക്കാൻ എന്തെല്ലാം സവിശേഷതകളാണ് പൂവിലുള്ളത്? പൂവ് നമുക്ക് കാണുമ്പോഴേ അട്രാക്റ്റീവ് ആണല്ലേ. അപ്പോൾ നിറം ഒരു ഘടകമാണ്. അതുപോലെ തന്നെ മണം ഒരു ഘടകമാണ്. പിന്നെ തേൻ ഒരു ഘടകമാണ്. അതെല്ലാം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം അതിലോട്ട് വരുന്നത്. ഇത് എന്തിനാണ് വരുന്നത്? ഈ അട്രാക്ഷൻ കൊണ്ട് ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ പരാഗണം നടക്കുന്നു. അപ്പോൾ എന്തായിരുന്നു പരാഗണം? പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പരാഗണം എന്ന് പറയുന്നത്. ഇതിന് സഹായിക്കുന്ന ഘടകങ്ങളെ പരാഗണകാരികളെന്നോ പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നു. ഈ പരാഗി എവിടെയാണ് കാണപ്പെടുന്നത്? ഏതിൻ്റെ ഭാഗമാണ്? കേസരപുടത്തിൻ്റെ ഭാഗമാണ് പരാഗി. ഓക്കെ, കേസരപുടത്തിലുള്ള പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രവർത്തനമാണ് പരാഗണം. പരാഗണ സ്ഥലത്ത് നിന്നും അത് അണ്ഡത്തിലെത്തി അവ സംയോജിച്ചാണ് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസംയോജനം നടക്കുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ ഇങ്ങോട്ട് വരാം. ചെറിയ പൂക്കൾ കൂട്ടങ്ങളായി കാണുന്നത് എന്തിനായിരിക്കും? ഈ കുഞ്ഞു പൂക്കളാണെങ്കിൽ ഇതിന് കാണത്തുണ്ടോ? ഓൾറെഡി ഈ സാധനം ചെറുതാണ്. മീൻസ് ഈ പൂമ്പാറ്റയും വണ്ടും ഒക്കെ.
അപ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അതിന് കാണത്തില്ലല്ലോ, അതുകൊണ്ട് അതിനെ ഗ്രൂപ്പായിട്ടും കാണുന്നുണ്ട്. വെള്ളില എവിടെ? അതാണ്ട് വെള്ളില എന്ന് പറഞ്ഞിട്ട് ചെടി കിടക്കുന്നുണ്ടോ? അതിൻ്റെ ഇലയുടെ ഇവിടെ വൈറ്റ് കളറിലാണ് കിടക്കുന്നത്. പിന്നെ ഉള്ളത് ബോഗൻവില്ലയാണ്. നോക്കിയേ, വെള്ളിലയിൽ പൂവിനോട് ചേർന്നുള്ള ഇലകൾ നിറം മാറി പൂ പോലെ തോന്നിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഇത് ഈ കളർ കണ്ടിട്ട് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും അല്ലേ? അതേപോലെ താഴെ ബോഗൻവില്ലയിൽ നിറം മാറിക്കാണുന്ന ഭാഗം പൂക്കളാണോ? നിറം മാറിക്കാണുന്ന ഭാഗവും അതേത് ഭാഗം? ഇവരുദ്ദേശിക്കുന്ന ഇതാണോ എന്തോ അറിയാൻ വയ്യ. ഓക്കെ, നമുക്ക് നോക്കാം ബാക്കി. പരാഗണകാരികളുടെ ശ്രദ്ധയാകർഷിക്കാൻ പൂക്കൾ പല സവിശേഷതകളും ഉണ്ടല്ലോ, ഒക്കെ നമുക്ക് ജനറലി നമുക്കറിയാം. ഇനി നെൽച്ചെടിയുടെ പൂക്കൾ കണ്ടിട്ടുണ്ടോ? നെൽച്ചെടി കാറ്റിലാടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, റിയാലിറ്റി ഞാൻ കണ്ടിട്ടില്ല. ഒരുമാതിരി മഞ്ഞ കളറി കാറ്റടിക്കുമ്പോഴത്തേക്ക് കിടന്നാടും. ഓക്കെ, അപ്പോൾ ഇത്തരം ചില സവിശേഷതകൾ, ധാരാളം പൂമ്പൊടിയുണ്ട്. അതായത് നെൽച്ചെടിയുടെ പൂമ്പൊടി എങ്ങനായിരിക്കും പരാഗണ സ്ഥലത്ത് എത്തുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തോ പറഞ്ഞേക്കുന്നത്? അതിലൊരുപാട് പൂമ്പൊടി കാണും, ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും. പരാഗരേണുക്കൾക്ക് ഭാരം കുറവായിരിക്കും. ആരുടെ കേസിലാണ് പറയുന്നത്? നെല്ലിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. എന്തുവാണ്? ഒരുപാട് പൂമ്പൊടി ഉണ്ടായിരിക്കും. അതുപോലെ എന്തും കാണും? പരാഗരേണുക്കൾ ഭാരം കുറഞ്ഞവയായിരിക്കും. അപ്പം കാറ്റ്, ജലം എന്നിവയും പരാഗണകാരികളാണ്, പോളിനേറ്റിംഗ് ഏജൻറ്റുകളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്നത് ആരാണ്? കാറ്റാണ്. തൊട്ട് മുമ്പ് ഏതാ പറഞ്ഞത്? പ്രാണികൾ വഴി നടത്തുന്നതല്ലേ പറഞ്ഞത്? ചേനയിൽ ആരാണ് പരാഗണം നടത്തുന്നത്? ഈച്ചയായിരുന്നു. അതിനൊരു ദുർഗന്ധമാണുള്ളത്, നമുക്ക് ദുർഗന്ധം തോന്നും, ഈച്ചയ്ക്കൊക്കെയാണ്. ഇനി കാറ്റ്, ജലം എന്നിവ പരാഗണകാരികളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്നത് കാറ്റ് വഴിയാണ്. കുരുമുളക് ചെടി, അതിലെന്താ നടത്തുന്നത് പരാഗണകാരി? അതിൽ ജലമാണ് മഞ്ഞുതുള്ളി, അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? പരാഗണം നടത്തുന്നത്. അപ്പം ഇപ്പം ടോട്ടൽ 3 പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് അഥവാ പരാഗണകാരികളെ പഠിച്ചു. ഒന്ന് പൂമ്പാറ്റകൾ, വണ്ടുകൾ, ഈച്ചകൾ വഴിയൊക്കെ നടത്തുന്നുണ്ട്. അത് പൂക്കളിലാണ് പൊതുവേ എന്ത് വരുന്നത്? ഈച്ചയിലല്ലേ പൂമ്പാറ്റയും വണ്ടും ഒക്കെ വരുന്ന പൂക്കളിലും ചേനയിലൊക്കെ ഈച്ചയാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ കാറ്റ് വഴി പഠിച്ചു. കാറ്റിൽ ആരൊക്കെയുണ്ട്? നെല്ലുണ്ട്, ഗോതമ്പുണ്ട്, ചോളമുണ്ട്, കരിമ്പുണ്ട്. പിന്നെ വെള്ളം വഴി പരാഗണം നടത്തുന്ന ആരാ? കുരുമുളകുണ്ട്. വെള്ളം വഴി വേറെ ആരെങ്കിലും പരാഗണം നടത്തുന്നുണ്ടോ? ഏതെങ്കിലും ഉണ്ടോ? താമര വെള്ളത്തിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ വെള്ളത്തിലുള്ള ചെടികളൊക്കെ വെള്ളം വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്? പരാഗണം നടത്തുന്നത്. താമരയുണ്ട്, പിന്നെന്തുണ്ട്? ആമ്പലുണ്ട്, വെള്ളത്തിൽ കിടക്കുന്നതാണ്. പിന്നെ ഹൈഡ്രില്ല എന്നൊക്കെ പറഞ്ഞ് വെള്ളത്തിലുള്ള കുറച്ച് ചെടികളുണ്ട്. അതെല്ലാം എന്താണ്? വെള്ളം വഴിയാണ് പരാഗണം നടത്തുന്നത്. അതിൻ്റെ പരാഗണകാരി എന്താണ്? വെള്ളമാണ്, അല്ലെങ്കിൽ ജലം, മഞ്ഞുതുള്ളിയൊക്കെയാണ്. ഏത് കാലത്തായിരിക്കും കുരുമുളകിൽ പരാഗണം നടക്കുന്നത്? അപ്പോൾ മഴക്കാലത്തായിരിക്കും അല്ലേ? കാര്യം മഴയല്ലേ, വെള്ളം കൊണ്ടല്ലേ അതെന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്തായിരിക്കും. ഇനി നോക്കാം, ചില പൂക്കളുടെ സവിശേഷതകൾ കൊടുത്തിരിക്കുന്നു, കാറ്റഗറി ചെയ്യാം. ഭാരം കുറഞ്ഞ പരാഗണ രേണുക്കളാണെങ്കിൽ ആരായിരിക്കും അവിടെ പരാഗണം നടത്തുന്നത്? പരാഗണകാരി കാറ്റ് അല്ലേ? ഭാരം കുറവായിരിക്കും. ഒരുപാട് ഉണ്ടെങ്കിൽ ആര് പരാഗണം നടത്തും? കാറ്റ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെ പറയാം നമുക്ക്? നെല്ല് പറയാം, നെല്ല്, ഗോതമ്പ്, പിന്നെ ചോളം, പിന്നെ ഏതുണ്ടായിരുന്നു? ഒന്നുണ്ടായിരുന്നല്ലേ? കരിമ്പ്. ഇതെല്ലാം എന്താണ്? കാറ്റ് വഴിയാണ്. ഇനി വർണ്ണഭംഗിയുള്ള പൂക്കളിലാണെങ്കിൽ ആര് വരും? വർണ്ണഭംഗിയാണെങ്കിൽ തേനീച്ച വരും അല്ലേ? തേനീച്ച. ഇനി രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളിൽ ആര് വരും? നിശാശലഭം വരും. നിശാശലഭം. ഇനി ഈർപ്പത്തിലൂടെയുള്ള പരാഗണത്തിന് ആരാണ്? ജലം അല്ലെങ്കിൽ മഞ്ഞുതുള്ളി. ഓക്കെ ആയാലോ? ഇനി നമുക്ക് വീണ്ടും താഴോട്ട് പോവാം. കൃത്രിമ പരാഗണം. അപ്പം നമ്മളിപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യൽ ആണല്ലോ, അതുകൊണ്ട് അവിടെയും എന്തുണ്ട്? ആർട്ടിഫിഷ്യലുണ്ട്. മികച്ച ഇനം വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ പൊതുവെ എന്ത് യൂസ് ചെയ്യുന്നത്? കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്നത്. ഉണ്ടാക്കി ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട്. ഇതാണ് എന്ത്? കൃത്രിമ പരാഗണം. ഈ നമ്മുടെ പരാഗണകാരികളൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? ഈ പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് കൊണ്ടിട്ട് എന്തുണ്ടാക്കുന്നു?
ഫെർട്ടിലൈസേഷൻ നടത്തി പുതിയ വിത്ത് ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ, മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികൾ ഇല്ലാത്തത് കാരണം നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ കൃത്രിമ പരാഗണം വാനിലയുടെ കാര്യമാണ് പറയുന്നത്. വാനില മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് എന്ത് ചെയ്യുന്നത്, വാനിലയിൽ പരാഗണം നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് വാനില ചെടി കൊണ്ടുവരാം, എന്തുകൊണ്ടാൻ പറ്റത്തില്ല, തേനീച്ച കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അത് ചിലപ്പോൾ ആ കാലാവസ്ഥയെ വളരുന്ന ജീവിക്കുന്ന തേനീച്ചകളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊണ്ടിട്ട് കൃത്രിമ പരാഗണം നടത്തുന്നത്. ഇനി പരാഗരേണുവിൻ്റെ യാത്ര, ഇത് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞേക്കുന്നത്, നമ്മളിപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂവിൽ പരാഗരേണുക്കൾ തമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ വല്ലതും പറ്റും. അതായത് ഞാൻ ചെമ്പരത്തിയുടെ പരാഗരേണുക്കൾ പിറക്കി റോസയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പരാഗണം നടക്കുമെന്നാണ് ചോദിക്കുന്നത്. ഇല്ല. അതായത് പരാഗണ രേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, പരാഗണം ഫലവത്താവുന്നത്. മറ്റിനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴുന്ന പൂമ്പൊടി എന്ത് ചെയ്യും, ചുമ്മാ കൊണ്ടിടാനേ ഉള്ളൂ, നശിച്ചു പോത്തേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം സെയിം സസ്യത്തിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പരാഗണം നടക്കൂ എന്നാണ് പറയുന്നത്. ഭാവിയിൽ നമ്മൾ കുറേ കൂടെയൊക്കെ ഡെവലപ്പ് ആകുമ്പോൾ ചിലപ്പോൾ തിരിച്ചു നടക്കാം, പറയാൻ പറ്റില്ല. ഇനി ഇതാ ടൈപ്പ് ഓഫ് പരാഗണം എന്ന് വെച്ചാൽ പലതരം പരാഗണങ്ങളാണ് പറയുന്നത്. ഓക്കെ, സ്വപരാഗണം, ഇതും സ്വപരാഗണം. പിന്നെ പരപരാഗണം. സ്വപരാഗണം എന്തുവാണ്? സ്വപരാഗണം എന്ന് പറയുമ്പം ഈ പൂവിൻ്റെ കേസരപുടത്തിലുള്ള പരാഗരേണുക്കൾ ആ പൂവിൻ്റെ തന്നെ പരാഗണ സ്ഥലത്ത് വീഴുന്നു. ഇനി ഈ ചെടിയിൽ ഒരു പൂവിൻ്റെ കേസരപുടത്തിലെ പരാഗരേണുക്കൾ ആ ചെടിയിലുള്ള മറ്റൊരു പൂവിൻ്റെ എവിടെ വീഴുന്നു, പരാഗണ സ്ഥലത്ത് വീഴുന്നു. ഇവിടെ നോക്കിയേ, ഇതൊരു ചെടി, ഇത് വേറൊരു ചെടി. അപ്പോൾ ഈ ചെടിയിൽ കേസരപുടത്തിലെ പരാഗരേണുക്കൾ മറ്റൊരു ചെടിയിലെ പൂവിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് എന്ത്, പരപരാഗണം. അതായത് രണ്ട് ചെടികൾ തമ്മിലാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ, പരപരാഗണമെന്ന് പറയാം. ഒരു ചെടിയിൽ സെയിം പൂവിൽ കേസരപുടത്തു നിന്ന് പരാഗണ സ്ഥലത്ത് വീഴുന്ന പരാഗിയായാലും സെയിം ചെടിയിൽ രണ്ട് പൂക്കളിൽ നടക്കുന്ന ഈ പരിപാടി അതായത് കേസരപുടത്തിലെ പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് വീഴുന്ന പരിപാടി ആയാലും നമ്മളതിനെ എന്തെന്ന് പറയും, സ്വപരാഗണം എന്ന് പറയും. സ്വപരാഗണം ഒക്കെ ആണല്ലോ. സ്വപരാഗണവും പരപരാഗണവും ക്ലിയർ ആയല്ലോ. ഇനി എന്താ പറയുന്നത്, കൊഴിയുന്ന ഇതളുകൾ. പരാഗണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നാണ് പിന്നെ പറയുന്നത്. പരാഗണത്തിന് ശേഷം പുംബീജം എങ്ങോട്ട് പോവും, അണ്ടാശയത്തിലെത്തി അണ്ടവുമായി ചേരും. അപ്പോൾ എന്തുണ്ടാവും, ഫലം ഉണ്ടാവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ ഇതളുകളും കേസരപുടവും ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ. ഇതളും കേസരപുടവും ഒക്കെ കരിഞ്ഞങ്ങ് ഇല്ലാണ്ടാവും. എന്നിട്ട് എന്താ സംഭവിക്കുമെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്ട് ഇവിടെയൊക്കെ കുറേ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തുവാ, തക്കാളിയുടെ പൂവിൻ്റെ പിക്ചറുണ്ട്. തക്കാളി പിടിക്കുമ്പോഴത്തേക്ക് പിന്നെ എന്തുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. വെള്ളരിയുടെ പൂവുണ്ട്. കണ്ടോ, ഇതാണ് പൂ. ഈ പോഷൻ വളർന്നായിരിക്കും ചിലപ്പോൾ എന്താവുന്നത്, ഈ വെള്ളരിക്കയാവുന്നത്. അതിൻ്റെ എൻഡിൽ അങ്ങ് പൂ കരിഞ്ഞങ്ങ് പോവില്ലാതെ. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ അതുപോലെ എങ്ങാണ്ടാണ്. അതായത് ഈ മോളിൽ നിൽക്കുന്ന സാധനമാണ് ഇതിൻ്റെ ഇവിടെ നിൽക്കുന്നത്. കണ്ടോ, ബാക്കി ഈ സാധനം എന്തായി പോവും, അതാണ് നമുക്ക് ഇതായിട്ട് മാറി വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് നോക്കാം. അത് കുറച്ചുകൂടെ താഴോട്ടുണ്ടല്ലോ. നോക്കി ചിത്രങ്ങൾ നിരീക്ഷിക്കാം. അതായത് ഇതെന്തുവായിരുന്നു, കുമ്പളം പൂവിനെ എടുത്ത് ഇതാക്കി വെച്ചേക്കുവാണ്. ഇതാണ് അതിൻ്റെ അണ്ടാശയത്തിനകത്ത് ഓവിളിനകത്ത് ആരായിരുന്നു അണ്ടം. ഓക്കെ, കുമ്പളത്തിൻ്റെ ഛേദം കുമ്പളം കായാണ്, കുമ്പളങ്ങ. അതിൻ്റെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് കിടക്കുന്നുണ്ട്, ഇതതിൻ്റെ ഫലവും ഇതതിൻ്റെ വിത്തുമാണല്ലേ. അപ്പോൾ ഏത് ഭാഗമാണ് വിത്താവുന്നത്, ഏത് ഭാഗമാണ് ഫലമാവുന്നതെന്നാണ് അടുത്ത കോൺസെപ്റ്റ് പറയുന്നത്. അതിനാണ് ഇങ്ങോട്ട് താഴെ വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഇത് മാവിൻ്റെ പൂവാണ്. അതിനകത്ത് ഈ കാണുന്നത് എന്തുവാണ്, ഓവ്യൂളും. ഇത് അതിൻ്റെ എന്തുവാണ്, അണ്ടാശയമാണ്. ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ഓവ്യൂളിന് പകരം ആരായി, വിത്തുമായി. അണ്ടാശയത്തിന് പകരം എന്തായി, ഫലമായി. അതേപോലെ താഴെ അടുത്ത വര കൊടുത്തേക്കുന്നത് തക്കാളിയുടെ പൂവാണ് കൊടുത്തേക്കുന്നത്. തക്കാളിയുടെ അണ്ടാശയം എന്തായി ഇവിടെയും, അതിനകത്ത് ഓവ്യൂളും. ഇവിടെ എന്തുവായി, ആ അണ്ടാശയമാണ് എന്താവുന്നത്, ഇത് ഫലമാവുന്നത്. ഈ ഓവ്യൂള് വിത്തുമായി. അതന്നെ ഈ വെയിൽ പൂവിൽ നിന്ന് അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഓവ്യൂളെന്ന് പറയുന്നത് എന്താവും, ചെടി പൂവ് ഫലമാവുമ്പോൾ
ഓവ്യൂളാണ് ആരാവുന്നത്? വിത്താവുന്നത്. അതിൻ്റെ അണ്ഡാശയം എന്താവും? അതാണ് ഫലം, അതിൻ്റെ പുറത്തുള്ള ഫലം. ഇനി ഇവയിൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത്തരം ഫലങ്ങളാണ് എന്ത്? ലഘുഫലങ്ങൾ. ഇനി നമ്മൾ ടൈപ്പ് ഓഫ് ഫലങ്ങളാണ്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം, അങ്ങനെയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? സിമ്പിൾ ഫ്രൂട്ട് അഥവാ ലഘുഫലം. എക്സാമ്പിൾ നമുക്ക് മാങ്ങ, മീൻസ് ഒരു വിത്തുള്ളത് എടുത്താൽ മതിയല്ലോ, മാങ്ങ. പക്ഷേ തക്കാളിക്ക് ഒരു വിത്താണുള്ളത്, ഒന്നിലധികം വിത്തുണ്ടല്ലേ, അത് എന്താണ്? ഒരു ലഘുഫലമാണെന്നാണ് പറയുന്നത്. ഒറ്റ വിത്തുള്ള ഫലങ്ങൾക്കും ഒന്നിലധികം വിത്തുള്ള ഫലങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു വിത്തുണ്ടെങ്കിലും, അതായത് മാമ്പഴം എന്ന് പറയുന്നതും തക്കാളി എന്ന് പറയുന്നതും സിമ്പിൾ ഫ്രൂട്ട്സിലാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽഡ് കണ്ടൻറ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി അങ്ങോട്ടെങ്ങാനും പോകുമ്പോൾ കാണുമോ എന്തോ, അതറിയാൻ വയ്യ. ഒറ്റ വിത്തുള്ള ഫലങ്ങളും ഒന്നിലധികം വിത്തുള്ളത്. ഇനി ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം വരുന്ന കാര്യമാണ് അടുത്ത പറയാൻ പോകുന്നത്. മാറ്റിയാൽ ഇവിടെ ഒരു ചെമ്പകത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു പൂവ് എടുത്ത് ഇതളുകൾ മാറ്റിയാൽ അണ്ഡാശയം, ജനിപുടം എന്നിവ നിരീക്ഷിക്കും. ഓക്കെ, നിരീക്ഷിക്കാൻ കഴിയുമ്പോൾ എന്ത് പറ്റും? ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നു എങ്കിൽ അത്തരം ഫലങ്ങളെ നമ്മൾ പുഞ്ചഫലം അഥവാ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നു. സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായ്. എന്ത് കായാണോ എന്തല്ലേ ഇത്? അരണമരക്കായ് എന്ത് കായാണെന്ന് എനിക്കറിയാൻ വയ്യ. ബ്ലാക്ക്ബെറി കേട്ടിട്ടുണ്ട്. സീതപ്പഴം ഇതും സീതപ്പഴം എന്നാണ് പറയുക. സീതപ്പൂവ് ഇത് സീതപ്പഴം എന്നിവ. ഇവയിലൊക്കെ എന്താണ്? ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലമുണ്ടാകുന്നു എങ്കിൽ അത്തരം ഫലങ്ങളെ പുഞ്ചഫലം എന്ന് പറയുന്നു. സീതപ്പഴം. ഇനി ഒന്നില്ലെങ്കിലും ഒന്നായി എന്ന് വെച്ചാലോ? പ്ലാവ്. അതിന് എക്സാമ്പിളാണ് വന്നിരിക്കുന്നത്. ചെറുപൂവുകൾ ഒരു പൊതു തണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് പ്ലാവിൻ്റെ പൂങ്കല. ആ സാധനം കണ്ടിട്ടുണ്ടോ? കണ്ടാൽ കൊച്ചു ചക്കാണൊക്കെ ഇരിക്കുമെങ്കിലും അതെന്തല്ല, അത് ഒരു ഗ്രൂപ്പ് ഓഫ് പൂക്കളാണ് അതിനകത്തുള്ളത്. ഒരു പൂങ്കലയിൽ 100 കണക്കിന് പൂക്കൾ കാണും. ഏതിലാണ്? പ്ലാവിൽ. അതിൻ്റെ ഈ ചക്ക കണക്കിരിക്കുന്നില്ലേ കുഞ്ഞു ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് പൂക്കളാണ്. കണ്ടാൽ ചക്കാണക്കിരിക്കും, മീൻസ് കുഞ്ഞു ചക്കാണൊക്കെ തോന്നുമെങ്കിലും പൂക്കളാണ്. ആ ഒരു പ്ലാവിൻ്റെ ഒരു പൂങ്കലയിൽ 100 കണക്കിന് പൂക്കളുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലമാണ് ചക്കച്ചുള. അപ്പോൾ ഈ ഓരോ പൂവിനും ഓരോ ഫലം വെച്ചുണ്ടാകുമ്പോൾ എന്താവും? ഓരോരോ ചക്കച്ചുളയാവും. അപ്പം ബീജസങ്കലനം നടന്ന് മാറാത്ത, മീൻസ് ബീജസങ്കലനം എല്ലാത്തിലും നടക്കണമെന്നില്ലല്ലോ. ഈ നടക്കാത്ത സാധനങ്ങളെല്ലാം കൂടെ ചവണിയാവും. ഓക്കെ ആയോ? അപ്പം ചക്കയ്ക്കകത്ത് ചക്കച്ചുളയും ചക്കച്ചവണിയും എങ്ങനെയാണ് ഉണ്ടാകുന്നത് മനസ്സിലായല്ലേ? ബീജസംയോജനം നടന്നത് അഥവാ ഫെർട്ടിലൈസേഷൻ നടന്നതെല്ലാം എന്താവും? ചക്കച്ചുളയാവും. ഫെർട്ടിലൈസേഷൻ നടക്കാത്തതിനെല്ലാം എന്താവും? ചവണിയാവും. എല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആവുന്നു. ഇത്തരം ഫലങ്ങൾ എന്തെന്ന് പറയും? സംയുക്ത ഫലങ്ങൾ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ഇത് ചക്കയൊക്കെ വരുന്നത്. അതിനൊക്കെ തന്നെ ഈ സാധനം ഇതെന്ത് വരുന്നത്? കൈതച്ചക്ക. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പൂക്കളാണ്. അതെന്നാണ് എന്തുണ്ടാകുന്നത്? ഒരു ഒറ്റ സാധനമായിട്ട് ഇരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഓരോന്നാണ്. ഓക്കെ ആയോ? അപ്പോൾ എത്ര ടൈപ്പ് ഫ്രൂട്ട്സ് ഇപ്പോൾ പഠിച്ചു? ആദ്യം പഠിച്ച സിമ്പിൾ ഫ്രൂട്ട്സ്. അതിൽ മാങ്ങയും നമ്മുടെ തക്കാളി, വഴുതണയൊക്കെ വരും. മുന്തിരിയൊക്കെ സിമ്പിൾ ഫ്രൂട്ട് ലഘുഫലത്തിൽ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പഠിച്ച ഏതാണ്? പുഞ്ചഫലത്തിലാണ് സീതപ്പഴം, പിന്നെ വായിക്കുളത്തെന്തോ ഒരു പേരുണ്ടായിരുന്നല്ലോ, അരണമരക്കായ്. എന്ത് കായാണോ എന്തോ ആ ഒരു കാ. പിന്നെ ഉള്ളത് സംയുക്ത ഫലത്തിനകത്ത് ആരാ പറഞ്ഞത്? ചക്ക. പിന്നെ പൈനാപ്പിൾ പറയാം, മൾബറി പറയാം. പിന്നെ അടുത്തത് ഇനി അതിലൊക്കെ പരിശോധിക്കാനൊക്കെ പറഞ്ഞു. ഒരു പൂവിൽ എത്ര അണ്ഡാശയമുണ്ടെന്ന്. എത്ര അണ്ഡാശയമുണ്ട്? ഒരു അണ്ഡാശയല്ലേ കാണത്തുള്ളൂ. അണ്ഡാശയത്തിൽ ഒന്നിലധികം ഓവ്യൂൾ ഉണ്ടോ? അതിന് ചാൻസ് ഉണ്ടല്ലേ. ഒന്നിലധികം ഓവ്യൂൾ കാണാൻ വഴിയുണ്ട്. അണ്ഡാശയത്തിൽ ഓവ്യൂളുടെ ക്രമീകരണം എങ്ങനെയാണ്? അതും ഡിഫറൻ്റ് ആയിരിക്കും. ഇങ്ങോട്ട് നോക്കാം. ഇനി അടുത്ത ഒരു പ്രത്യേകതരം ഫലങ്ങൾ കാര്യമാണ് വീണ്ടും പറയുന്നത്. ബീജസങ്കലന ശേഷം അണ്ഡാശയം വളർന്ന് എന്തുണ്ടാകുന്നു? ഫലമുണ്ടാകുന്നു എന്ന് കണ്ടെത്തിയല്ലോ. എന്ത് വളർന്നാണ് വിത്താവുന്നത്? അല്ലെങ്കിൽ എന്ത് വളർന്നാണ് വിത്താവുന്നത്? ഓവ്യൂളാണ് വിത്താവുന്നത്. അണ്ഡാശയം വളർന്ന് എന്താവും? ഫലമാവും. നോക്കിയാൽ ഇതെന്തുവാണ്? കശുമാവിൻ്റെ സാധനമാണ്. കശുമാവിൻ്റെ പൂവാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് അതിൻ്റെ പൂഞ്ഞെട്ടാണ്.
അതാണ് എന്തായിട്ടിരിക്കുന്നത് ഇവിടെ. കശുവണ്ടിക്കകത്തുള്ള ഈ ഒരു പഴം കണക്കൊരു സാധനം നിൽക്കത്തില്ല, കണ്ടോ ഇത് കണ്ടോ, ഇങ്ങനെ വരുന്ന സാധനങ്ങൾ, അതായത് അണ്ഡാശയം അല്ലാതെ വേറെ പലതും എന്തായിട്ട് മാറും, ഫലങ്ങളായിട്ട് മാറും. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. അപ്പോൾ കള്ളത്തരവ, കപട ഫലങ്ങൾ, ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതാണ്? കശുമാങ്ങ പറയാം, കശുവണ്ടി പറയാം, പിന്നെ ഏത് പറയാം, ആപ്പിൾ പറയാം. ഇവിടെ ഏതാണ്ട് ആപ്പിളിൻ്റെ ഛേദം, ഇതതിൻ്റെ ഫലം, ഇതതിൻ്റെ വിത്ത്. പക്ഷേ ഈ കാണുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പുഷ്പാസനം വളർന്നുണ്ടായതാണ്. സഫർജെല്ലിൻ്റെ ഛേദത്തിലും ഇത് തന്നെയാണ്. ഇതതിൻ്റെ വിത്ത്, ഇതതിൻ്റെ ഫലം, ഇതാണ് ഫലം. എന്നിട്ട് പിന്നെ കിടക്കുന്ന ഈ കവറിങ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പുഷ്പാസനമാണ് വളർന്നുണ്ടായിട്ടുള്ളത്. ഒരു സസ്യത്തിലെ വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി 5ാം ക്ലാസ്സിലെ ബുക്കും കൂടെ നോക്കേണ്ടി വരുമോ? ഇനി കപടഫലങ്ങളുടെ ആവശ്യം എന്തെന്ന് വിത്ത് വിതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കൂ. കശുമാങ്ങ, ആപ്പിൾ എന്നിവ പരിശോധിച്ച് യഥാർത്ഥ ഫലവും മറ്റു ഭാഗങ്ങളും വളർന്നുണ്ടാകുന്ന ഭാഗങ്ങളും കണ്ടെത്തും. നമ്മൾ ആ പിക്ചറിന്ന് ഐഡൻറ്റിഫൈ ചെയ്തല്ലോ. ഈ കപട ഫലങ്ങൾ നമുക്ക് എന്ത് ഇട്ടുണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? ഈ പറഞ്ഞേണ്ടി കുരിക്കുമല്ലോ. അതൊന്നും നോക്കാവേ. ഇനി പൂവും പഴവും. സ്ട്രോബെറി ഫലം. ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരുപാടെണ്ണം ഒന്നിച്ച് ഗ്രൂപ്പായിട്ടിരിക്കുന്നതാണ് ഇരിക്കുന്നത്. മുളക്, അടയ്ക്കക്കുല. പൂക്കൾ കുലയായി കാണുന്നു. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയം. പൂക്കൾ ഓരോന്നായി കാണുന്നു. ഈ പൂക്കൾ ഓരോന്നായി കാണുന്നത് എന്തായാലും മുളവായിരിക്കും. ഓരോ പൂവിനും ഓരോ നില ഉണ്ടാകൂ. പിന്നെ പൂക്കൾ കുലകളായി കാണപ്പെടുന്നു. പൂക്കൾ കുലകളായി കാണപ്പെടുന്നു. അടുത്ത എന്തുവായിരുന്നു? ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയം. പൂക്കൾ കുലയായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. സ്ട്രോബെറി എന്നാണ് എനിക്ക് തോന്നുന്നത്. പൂക്കൾ കുലയായി കാണപ്പെടുന്നു. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയം. ഒരണ്ടാശയം. ഈ സാധനത്തിന് കുരുവില്ലല്ലോ അല്ലേ? സ്ട്രോബെറിക്ക് കുരുണ്ടോ? സ്ട്രോബെറിയുടെ കാര്യം നമുക്ക് ഒന്നുകൂടെ പിന്നെ നോക്കാം കേട്ടോ. ഇല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തേക്കാം. ഡൗട്ടുള്ളതുകൊണ്ടാണേ. ഇത് ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നു. വലുതും ചെറുതുമായി എത്ര പൂക്കൾ നാം ദിവസവും കാണുന്നു? സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ടോ? അങ്ങനെ നിരീക്ഷണത്തിൻ്റെ കാര്യമൊക്കെയാണ് പറഞ്ഞുകൊടുക്കുന്നത്. അവസാനം നമ്മൾ എൻഡിലെത്തിയിരിക്കുന്നു. പൂവിൻ്റെ പ്രധാന ഭാഗങ്ങളും ധർമ്മങ്ങളും തിരിച്ചറിയാൻ കഴിഞ്ഞോ? ഏതൊക്കെയായിരുന്നു പ്രധാന ഭാഗങ്ങൾ? ആദ്യം കേസരപുടം എന്ന് വെച്ചാൽ ആൺലിംഗാവയവം പുഷ്പത്തിൻ്റെ. പിന്നെ ജനിപുടം, ലിംഗാവയവം ജനിപുടം. പിന്നെന്താ, വിതളം, പിന്നെ ദളം, പിന്നെ പൂഞ്ഞെട്ട്, പിന്നെ വേറെന്തെങ്കിലും ഒന്നുകൂടെ ഉണ്ടായിരുന്നല്ലേ, പുഷ്പാസനം, തലാമസ്, പുഷ്പാസനം. ഇതാണ് എന്ത് ചെയ്തേക്കുന്നത്? പൂവിനെ താങ്ങി നിർത്തുന്ന സാധനം. പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്ന പൂഞ്ഞെട്ട്. ഭംഗിയും ഇതും തരുന്നത് ദളം. മൊട്ടായിരിക്കുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് വിതളം. ജനിപുടം എന്ന് പറയുന്നത് ഗൈനീഷ്യം, സ്ത്രീലിംഗാവയവം അല്ലെങ്കിൽ പെൺലിംഗാവയവം. കേസരപുടം എന്ന് പറയുന്നത് ആൺലിംഗാവയവം. കേസരപുടത്തിനകത്ത് എന്തൊക്കെ ചേർന്നതാണുള്ളത്? കേസരപുടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്പിനകത്ത് ഇങ്ങനെ ഇരിക്കും. ഇത് പരാഗിയും ഇത് തന്തുകവും ആയിരിക്കും. പിന്നെ ജനിപുടം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും പോകുന്നത്. അതിനൊരു പരാഗണ സ്ഥലം കാണും. പിന്നെ അതിന് പരാഗണ സ്ഥലമുണ്ട്, അണ്ഡാശയമുണ്ട്, ജനിതണ്ട്. ഓക്കെ. പരാഗണ സ്ഥലം, ജനിതണ്ട്. ഇതുവരെ വന്ന സ്ഥിതിക്കൊന്നുകൂടെ നോക്കിയിട്ട് പോകും. പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഓവ്യൂളിനകത്താണ് എന്തുള്ളത്? അണ്ടമുള്ളത്. കേസരപുടത്തിനകത്ത് പരാഗിയുണ്ട്, തന്തുകമുണ്ട്. അതിനകത്ത് പരാഗിക്കകത്തുള്ള പരാഗിയിലുള്ള പരാഗ രേണുക്കളിലാണ് പുംബീജം ഉള്ളത്. ഈ പുംബീജം അണ്ടവുമായി സംയോജിച്ച് ബീജസങ്കലനം തന്നെ, ഫർട്ടിലൈസേഷൻ, ബീജസങ്കലനം നടന്നാണ് എന്തുണ്ടാകുന്നത്? സസ്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ ഏകദേശമായി. പിന്നെ എന്താ പഠിച്ചത്? പരാഗണം പറഞ്ഞു. പൂക്കളെ ഏകലിംഗ പുഷ്പങ്ങളെന്നും ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് തിരിച്ചിട്ടുണ്ട്. ഏകലിംഗം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്?
ഒരു പൂവിനകത്ത് ഏതെങ്കിലും ഒരു ലിംഗേ കാണും, ഒന്നീ കേസരപുടം അല്ലെങ്കിൽ ജനിപുടം. ദ്വിലിംഗം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും കാണും. എന്താണ്? കേസരപുടവും കാണും, ജനിപുടവും കാണും. ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണം എന്തെന്നൊക്കെയായിരുന്നു? കുമ്പളം, തണ്ണിമത്തൻ, തെങ്ങ്, പ്ലാവ്, പപ്പായ ഒക്കെ ഏകലിംഗ പുഷ്പങ്ങളുള്ള ചെടികളാണ്. പിന്നെ ദ്വിലിംഗ പുഷ്പമുള്ളത് പയറ്, വെണ്ട, ചെമ്പരത്തി, അരളി, വഴുതണ, അതൊക്കെ എന്താണ്? ദ്വിലിംഗ പുഷ്പങ്ങളുള്ളതാണ്. പിന്നെ പറഞ്ഞാൽ പരാഗണം എന്തെന്നായിരുന്നു? പരാഗയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയയുടെ പേരാണ് എന്ത്? പരാഗണം. അതിൽ തന്നെ സ്വപരാഗണം എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിലുള്ള പൂക്കൾ തമ്മിൽ പരാഗണം നടക്കുന്നതിനാണ് സ്വപരാഗണം എന്ന് പറയുന്നത്. പരപരാഗണം എന്ന് പറഞ്ഞാൽ 2 ഡിഫറൻറ്റ് ചെടിയിലുള്ള പൂക്കൾ തമ്മിൽ പരാഗണം നടക്കുന്നു. ഇനി പരാഗണകാരികളും പൂവിൻ്റെ സവിശേഷതകളും. പരാഗണകാരികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരാഗണം എന്ന പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പരാഗണകാരികൾ എന്ന് പറയുന്നത്. അതിലാദ്യം പറഞ്ഞ തേനീച്ച, അതുപോലെ എന്തുവാണ്, ശലഭം, ചിത്രശലഭം, പിന്നെ ഈച്ച. ചിത്രശലഭമൊക്കെ എന്താണ്? അതിന് ആ ടൈപ്പ് മീൻസ് ഇങ്ങനെയുള്ള കുഞ്ഞു ജീവികളാണ് പരാഗണകാരിയെങ്കിൽ അതെങ്ങനായിരിക്കും? ആ പൂക്കൾ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, അതിനകത്ത് തേൻ കാണും, നല്ല മണമായിരിക്കും. അങ്ങനെയുള്ളതിലാണ് ഈ സാധനങ്ങൾ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? പരാഗണകാരികളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി പൂവിൻ്റെ സവിശേഷത അതെ പരാഗണകാരി. ഇനി അടുത്തത് കാറ്റാണ് പരാഗണകാരി എങ്കിൽ അതിൽ ഒരുപാട് പരാഗണരേണുക്കൾ കാണും. പരാഗണരേണുക്കൾക്ക് ഭാരം കുറവായിരിക്കും. അതിന് എക്സാമ്പിൾ കാറ്റ് വഴി പരാഗണം നടത്തുന്നതാണ് ഏതൊക്കെ? നെല്ല്, അതുപോലെ ഗോതമ്പ്, ചോളം, പിന്നെ കരിമ്പ് എന്നിവ. ഇനി ചേനയിൽ പരാഗണം നടത്തുന്ന ആരായിരുന്നു? ഈച്ചയായിരുന്നു അല്ലേ? ഇനി പിന്നെന്ത് വരുന്നത്? പരാഗണകാരിയിലെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ജലം വഴി പരാഗണം നടത്തുന്നത് കുരുമുളക് ജലം വഴിയാണ്. അതായത് ഈർപ്പമുള്ള ടൈപ്പ് പരാഗണകാരിയായിരിക്കും. അപ്പോൾ കുരുമുളക് എന്താണ്? ജലം വഴിയാണ് നടത്തുന്നത്. പിന്നെ ജലസസ്യങ്ങളെല്ലാം ജലം വഴിയാണ് എന്ത് ചെയ്യുന്നത്? പരാഗണം നടത്തുന്നത്. പിന്നെ വേറെ വല്ലതും ഉണ്ടോ? അപ്പോൾ ഈ പറഞ്ഞതെല്ലാം എന്താണ്? പരാഗണകാരികൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അഥവാ കൃത്രിമ പരാഗണം. കൃത്രിമ പരാഗണത്തിന് എക്സാമ്പിൾ പറയുന്ന വാനിലയുടെ കാര്യമാണ്. വാനിലയിൽ പരാഗണം നടത്തുന്നൊരു പ്രത്യേക തേനീച്ച ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേരെന്ത് വരുന്നത്? കിട്ടിയോ? മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്, വാനിലയിൽ പരാഗണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വാനില കൊണ്ടുവരാൻ പറ്റും, തേനീച്ച കൊണ്ടുവരാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ കൃത്രിമ പരാഗണം നടത്തും. ഇനി ഫലങ്ങളെ ലഘുഫലങ്ങൾ, പുഞ്ചഫലങ്ങൾ, സംയുക്ത ഫലങ്ങൾ അങ്ങനെ തരംതിരിക്കുക. ലഘുഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാവുന്നു, അതാണ് ലഘുഫലം. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം. അതിന് എക്സാമ്പിളാണ് എന്ത് പറഞ്ഞേക്കുന്നത്? മാമ്പഴമൊക്കെ പറയുന്നതാണ്. മാമ്പഴം ഒരു പൂവിൽ നിന്ന് ഒരു ഫലം. മാമ്പഴമുണ്ട്, വഴുതന, തക്കാളി, മുന്തിരിയൊക്കെ എന്താണ്? ലഘുഫലമാണ്. പുഞ്ചഫലം എന്ന് പറഞ്ഞാൽ എന്തോന്നായിരുന്നു? ഒരു ഫലം, ഇതിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്, അങ്ങനെയാണോ പുഞ്ചഫലം? സീതപ്പഴം എന്തുമായിരുന്നു എന്ന് തോന്നുന്നു എക്സാമ്പിൾ. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അഗ്രിഗേറ്റീവ് ഫ്രൂട്ട് അഥവാ പുഞ്ചഫലം. അതിന് സീതപ്പഴം, ബ്ലാക്ക്ബെറി, മരക്കായ് അതൊക്കെ എന്താണ്? പുഞ്ചഫലമാണ്. പിന്നെ പറയുന്ന അടുത്ത ഐറ്റം അതായിരുന്നു സംയുക്ത ഫലം എന്ന് വെച്ചാൽ എന്തുവായിരുന്നടെ? സംയുക്ത ഫലത്തിന് എക്സാമ്പിളാണ് പ്ലാവ്, ചക്ക, കൈതച്ചക്കയൊക്കെ എന്താണ്? സംയുക്ത ഫലമാണ്. അതായത് ഒരു ഫലം പോലെ ആവും എല്ലാം കൂടെ ചേർന്ന്. എങ്ങനെയാണ്? ഒരു പൂങ്കൊലയിൽ 100 കണക്കിന് പൂക്കൾ ഉണ്ടായിരിക്കും. ഒരു പ്ലാവിൽ ഒരു പൂങ്കൊലയിൽ 100 കണക്കിന് പൂക്കളുണ്ടാവും. അത് എല്ലാം എന്താവുന്നു? കുറേയൊക്കെ ബീജസങ്കലനം നടത്തി ഫലമാവുന്നു, അതാണ് ചക്കച്ചുള. ബീജസങ്കലനം നടക്കാത്തതെല്ലാം ചവണിയാവും. അപ്പോൾ ഇതെന്താണ്? ഒരു സംയുക്ത ഫലമാണ്. അപ്പം നമുക്ക് ഈ മൾബറിയുടെ കാര്യം എനിക്ക് തോന്നുന്നു, മൾബറിയുടെ കാര്യത്തിൽ എന്ത് സംയുക്ത ഫലമാണോ? ചെക്ക് ചെയ്യാം. നിങ്ങളും ചെക്ക് ചെയ്യണം, ഞാനും ചെക്ക് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കമൻസിൽ ആഡ് ചെയ്തിട്ടേക്കെ. ഓക്കെ, നമ്മളതുവരെ എത്തി. പിന്നെ എന്താ പറഞ്ഞത്? സംയുക്ത ഫലം തിരിച്ചു. പിന്നെ ശലഭോദ്യാനം ആവശ്യമില്ല. പിന്നെ നമ്മൾ പഠിച്ച വേറൊരു ടൈപ്പ് ഫലം ഏതായിരുന്നത്? കപടഫലം എന്ന് വെച്ചാൽ അതെന്തായിരുന്നു? അതിന് സാധാരണ ഒരു
പൂവിന്ന് ഫലം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ അണ്ടം എന്താവും, ഫലമാവും. അതിൻ്റെ ഒവ്യൂൾ എന്ന് പറയുന്നത് എന്തുവാകുമായിരുന്നു, അതിൻ്റെ വിത്തും ആവുമായിരുന്നു അല്ലേ. അണ്ടം ഒവ്യൂള് വിത്തും ആവും, അണ്ടാശയം എന്ന് പറയുന്നത് അണ്ടാശയം ഫലവുമാവും, ഒവ്യൂള് വിത്തും ആവുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇതിൻ്റെ വേറെ എന്തെങ്കിലും സാധനമായിരിക്കും എന്താവുന്നത്, ഫലമായിട്ട് മാറുന്നത്. അതിന് എക്സാമ്പിളായിട്ടാണ് എന്ത് പറഞ്ഞേക്കുന്നത്, ആപ്പിള്, സബർജെല്ല്, പിന്നെ വേറെ ഒന്നുകൂടെ ഉണ്ടായിരുന്നല്ലോ, കശുവണ്ടിയൊക്കെ പറയുന്നത്. ആ സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. ഇവയാണെന്തെന്ന് പറയുന്നത് കപടഫലങ്ങൾ അഥവാ ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഓക്കെ ആയില്ലേ നമ്മൾ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.